നമസ്കാരം. നമുക്ക് ഈ ഒരു വീട് നല്ല മനോഹരമായിട്ടുള്ള കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തച്ചോട്ടാവിന് സമീപം, തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവിന് സമീപം ഇരട്ടക്കല്ലിങ്ങൽ എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. നമുക്കൊരു കണ്ടംപററി ഡിസൈൻ നൽകിക്കൊണ്ടുള്ള എലിവേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് അത് കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഇൻറ്റീരിയർ ആയാലും നമുക്ക് ഔട്ടർ ഏരിയ ആയാലും നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായൊരു വീടാണ് ഈ കാണുന്നത്. അപ്പം കളർ കോമ്പിനേഷൻ കാര്യങ്ങളാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ആപ്റ്റായിട്ടുള്ള കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം നല്ല മനോഹരമായുള്ള എലിവേഷൻ നൽകിക്കൊണ്ട് ഒരു വീടാണ് ഇന്ന് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് വീടിൻ്റെ ഷെയർ ചെയ്യാം. 5.300 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ പണിതൊരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടംപററി ഡിസൈൻ വരുന്ന വീടാണ് ഇന്ന് നമുക്ക് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക. എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവിന് സമീപം ഇരട്ടക്കല്ലിങ്ങൽ എന്നുള്ള സ്ഥലത്താണ്. സെൻട്രൽ സിറ്റിയിൽ നമുക്കൊരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ചുറ്റളവിലാണ് നമുക്ക് ഈ ഒരു വീട് പണിതിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് നമുക്ക് വില്ലാസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നല്ല വില്ലാസും അതിൽ തന്നെ ആൾക്കാർ താമസിച്ച് തുടങ്ങിയ ഒരു ഏരിയയാണ്. അപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗം. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. ഈ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മെയിൻ ബസ് റൂട്ട് വരുന്നത്. തച്ചോട്ടാവ് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് വീട് നമുക്ക് വരുന്നത്. അപ്പോൾ വീടിൻ്റെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. ഡീറ്റെയിൽസ് കിടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമായിരിക്കും. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് 5 മീറ്റർ വീതിയുള്ള ഒരു സ്പേസ് റോഡ് നമുക്ക് വന്നിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്ത 5 മീറ്റർ വീതിയുള്ള റോഡാണ്. ലോറി സൈഡ് തന്നെയാണ്, നിരന്ന ഭൂമിയിൽ തന്നെയാണ് നമുക്ക് വീട് ഇരിക്കുന്നത്. എൻട്രൻസ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീതിയുള്ള ഒരു എൻട്രൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര വലിയ വണ്ടി ആയാലും നമുക്ക് സുഖമായിട്ട് അകത്തോട്ട് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. നേരെ അകത്തോട്ട് നോക്കുമ്പോഴത്തേക്കും ഫുള്ളി ഇൻ്റർലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫുള്ളി ഇൻ്റർലോക്ക് നമുക്ക് ചെയ്താണ് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം ഫ്രണ്ടിൽ തന്നെ ഒരു 3-4 കാറ് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഒരു ഗാർഡൻ പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഗാർഡൻ പ്രൊവിഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഫ്രണ്ടിൽ തന്നെ ഈ ഭാഗത്തൊക്കെ ഗ്ലാഡിൻ ടൈൽസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്താണ് നമുക്ക് ചെയ്തേക്കുന്നത്. മുകൾ ഭാഗത്തും ആ 3D എലിവേഷൻ കാര്യങ്ങൾ വരുന്നതിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ഗ്ലാഡിൻ ടൈൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അഞ്ച് 300 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റ് ഔട്ട് വന്നിട്ട് 6x6 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായൊരു സ്ക്വയർ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്ക് വരുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെയാണ് നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു ഏരിയയാണ് നമുക്ക് കവേർഡ് കാർ പാർക്കിംഗ്. ഒരു കാർ പാർക്കിംഗ് നമുക്ക് കവേർഡ് ഏരിയയാണ്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് ഈ കാണുന്നത്. ഫ്രണ്ടിലൊക്കെ നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയ. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോർ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരിക്കുന്ന തേക്കിൻ തടിയിൽ പണി ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു മെയിൻ ഡോറാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി അകത്തോട്ട് പോവാം. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെയാണ് വലിയൊരു ലിവിങ് ഏരിയ, വിശാലമേറിയ ലിവിങ് ഏരിയ നമുക്ക് ഇൻറ്റീരിയർ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. 20x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയൊരു ലിവിങ് ഏരിയയാണ് വന്നിട്ടുള്ളത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ചുമരിൽ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റും.
പ്രീമിയം രീതിയിലുള്ള ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്ത് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തെ ചുമരിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വാൾ പാനലും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ ആണ്. അത്യാവശ്യം വലിയ TV ഒക്കെ നല്ല ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു TV യൂണിറ്റ് ഏരിയ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ചാനലോൺ ഡെക്കറേഷനായിട്ട് നൽകിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് താഴെ TV യൂണിറ്റിൻ്റെ താഴ്ഭാഗമെല്ലാം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലോൺ ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ലിവിങ് ഏരിയയിലോട്ട് നമുക്ക് കയറി വരുന്നതിന് തൊട്ട് മുകളിലുള്ള ഭാഗം തന്നെയാണ്. ഇവിടെ നമുക്ക് വുഡ് വർക്ക് പോലത്തെ പാനലും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഫോൾ സീലിംഗ് വർക്ക് പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും ഡെക്കറേഷനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ തന്നെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. ഒരു സെപ്പറേറ്റഡ് ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയയായിട്ട് എടുത്തിട്ടുള്ളത്. 18x16 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. താഴെ നമുക്ക് അജീറയുടെ ക്വാളിറ്റി ടൈൽസിനാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. വുഡൻ വർക്കും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും സ്പോട്ട് ലൈറ്റും എല്ലാം ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്ക് കൊണ്ടുള്ള വാഷ് കൗണ്ടർ ഏരിയ ആണ് ഈ കാണുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് വാഷ് ഏരിയയിലൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും നൽകിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വാൾ പാനലും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നല്ല മനോഹരമാക്കി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയറിന് ആപ്റ്റായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്കിവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന കിച്ചണിലോട്ടാണ് പോകുന്നത്. ഓപ്പൺ മോഡൽ കിച്ചൺ തന്നെയാണ് വരുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എൻട്രൻസിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് താഴെ വരുമ്പോഴത്തേക്കും വാൾ പാനലും കാര്യങ്ങളും യൂസ് ചെയ്ത് അതിനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന നമുക്കിവിടെ കാണാൻ പറ്റും. മുകളിലായിട്ട് നമുക്ക് പാർട്ടീഷൻ എന്നുള്ള നിലയിൽ നമുക്കൊരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അടിപൊളി മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് ബീമിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വാൾ പാനലൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഡൈനിങ് ഏരിയയോട് ചേർന്ന് നടക്കുന്ന ഈ വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും 14x12 കിച്ചൻ്റെ ഡയമെൻഷൻ. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. 14x12 ഡയമെൻഷൻ വരുന്ന ഒരു മനോഹരമായൊരു കിച്ചൺ. നല്ല വീതിയുള്ള വലിപ്പത്തിൽ നല്ല വിശാലമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉള്ള ഒരു കിച്ചണാണ് ഈ കാണുന്നത്. കിച്ചൻ്റെ കബോർഡ് കാര്യങ്ങളെല്ലാം നല്ല കളർ കോമ്പിനേഷൻ നൽകിക്കൊണ്ട് മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണിതിട്ടുള്ളത്. അകത്ത് ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് നല്ല മനോഹരമാക്കി കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന മോഡുലാർ കിച്ചണാണ്. ചിമ്മിനിയൊക്കെ നമുക്കിവിടെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജൊക്കെ നമുക്കിവിടെ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്പേസ് നമുക്ക് അവിടെ വിട്ടിട്ട് തന്നെയാണ് ഇത് തീർത്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു വർക്ക് ഏരിയ വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ വർക്ക് ഏരിയ. 10x6 ഡയമെൻഷൻ വരുന്ന അതും നല്ല വിശാലമേറിയ ഒരു വർക്ക് ഏരിയ തന്നെയാണ്. കിച്ചണിൽ വരുന്ന സെയിം ടൈലും കാര്യങ്ങളും ഇവിടെ കണ്ടിന്യൂ ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്കൊരു സിങ്കും താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയ ആണ്. ഇതെല്ലാം ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ, വർക്ക് ഏരിയ, ഒരു ബെഡ്റൂമാണ് ഫ്ലോർ പ്ലാൻ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലൂടെ നമുക്ക് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു റൂമാണ് ഈ കാണുന്നത്.
ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ മുകളിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്ത് തീർത്തിട്ടുള്ളത്. AC പോയിന്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് ചെയ്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനൽ ഡെക്കറേഷനായിട്ട് കൊടുക്കുന്നതാണ് ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു വാർഡ്രോബ്സ് അവൈലബിൾ ആണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് വെച്ച് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ചെയ്തിരിക്കുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ട് ഉള്ള ഒരു ബാത്റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം വന്നിട്ടുള്ളത്. നമുക്ക് കിച്ചണിൻ്റെ ഈ ഭാഗത്ത് നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു വാൾ പാനൽ യൂസ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നമുക്ക് ആ ഒരു പാനൽ യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അത് നമുക്ക് റൗണ്ട് ചെയ്ത് വാഷ് കൗണ്ടർ ഏരിയയിലും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂമിനകത്തും നമുക്ക് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഫുള്ള് റൂമിൻ്റെ താഴെ നമുക്ക് ഈ ഒരു പോർഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വാൾ പാനലാണ്. ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അതിന് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ തടിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വുഡ് വർക്കാണ്, കംപ്ലീറ്റ്ലി വുഡ് വർക്കാണ്. ഫുൾ തേക്കിൻ്റെ തടിയിലാണ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് ടെക്സ്ചർ വർക്കിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ടെക്സ്ചർ വർക്ക് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ചുമരാണ് കാണുന്നത്. പ്രൊഫൈൽ ലൈറ്റ് ചാനൽ നമുക്ക് ചുമരിൽ നൽകി ഫോൾ സീലിംഗ് ഉൾപ്പെടെ നമുക്ക് ചുമരിൽ കണക്ട് ചെയ്ത് വന്ന് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഇതാണ്. ഈ ഒരു ഭാഗത്ത് ലൈറ്റിംഗ് വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി വരുന്നതിൻ്റെ വഴിയിൽ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു പോർഷനാണിത്. നമുക്ക് ചെറിയൊരു ഓപ്പണിംഗ് ആണ്. നമുക്ക് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വീടിനകത്ത് പകൽ സമയത്ത് കറക്റ്റായിട്ട് കിട്ടാനായിട്ടുള്ള ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോർ നമുക്ക് വരുമ്പോഴത്തേക്കും 24x12 ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഹാളിൻ്റെ ഡയമെൻഷൻ വരുന്നത്. അല്ല എൽ ഷേപ്പ് മോഡലാണ് നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ഹാൾ വന്നിട്ടുള്ളത്. 24x12 ഡയമെൻഷൻ. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണി ആയിട്ടാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമായ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഖജറുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. AC-യുടെ പോയിന്റൊക്കെ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഒരു വാർഡ്രോബ്സ് നമുക്ക് ഈ ഒരു റൂമിൽ അവൈലബിൾ ആണ്. ബാത്ത് അറ്റാച്ച് തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. വോൾട്ടേജൊക്കെ യൂസ് ചെയ്ത് മനോഹരമായി കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ബാത്റൂം തന്നെയാണ്. ഹീറ്റർ പ്രൊവിഷൻസി ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല വിശാലമായ റൂം തന്നെയാണ് ഈ ഒരു റൂം വന്നിട്ടുള്ളത്. ഒരു വാർഡ്രോബ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഖജറുടെ നല്ല ക്വാളിറ്റി ടൈൽസിനാണ് ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്തിരിക്കുന്നത്. ചെറിയ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. നല്ല വിശാലമായ ബാത്റൂമാണ് എല്ലാ റൂംസിലും കൊടുത്തിട്ടുള്ളത്.
ഈ കാണുന്നതാണ് വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലത്തെ മൂന്നാമത്തെ ബെഡ്റൂം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. കജേരയുടെ നല്ല കോൺക്രീറ്റ് ടൈൽസ് തന്നെയാണ് ഫ്ലോറിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ്സ് വന്നിട്ടുണ്ട്. എല്ലാ റൂംസിലും വാർഡ്രോബ്സ് ഏകദേശം ഒരേ കളർ കോമ്പിനേഷൻ വരുന്ന, ഒരേ ഡിസൈൻ വരുന്ന വാർഡ്രോബ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ചെറുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി. 18x8 ഡയമെൻഷൻ വരുന്ന നല്ല വലിയൊരു ബാൽക്കണിയാണ്. അത്യാവശ്യം ഒരു 4-5 കസാരയൊക്കെ, അത്യാവശ്യം നമുക്കൊരു 4-5 ചെയറൊക്കെ ഇട്ട് ഈവനിങ് സമയത്ത്, വൈകിട്ട് സമയത്ത് ഇവിടെ ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. 18x8 ഡയമെൻഷൻ വരുന്നത്. ഒരു ഫാൻസി ലൈറ്റൊക്കെ വെച്ച് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയ. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫോൾ സീലിംഗ് വർക്കായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ഹാൻഡിൽസ് ഒക്കെ തന്നെ തടിയിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഇത് കാണുന്നത് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. തൊട്ടടുത്തായിട്ട് വീടുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടുന്ന മനോഹരമായി 5.300 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ പണി തീർത്ത നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് 88 ലക്ഷമാണ്. അതൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ റേറ്റ് നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് 88 ലാക്സ് നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് വരുന്ന റേറ്റ് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. വീടിനെ കുറിച്ചോ അല്ലെങ്കിൽ റേറ്റിനെ കുറിച്ചോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു നമ്പർ, കാണുന്ന നമ്പറിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാനുള്ള ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.